ഹായ് ഓൾ, എവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് എല്ലാ 10th പ്ലസ് 2 ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഒരുപോലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, ഉറപ്പായും ഓരോ പരീക്ഷയിലും സാന്നിധ്യമായി മാറുന്ന ചോദ്യങ്ങളാണ്. സിവിക്സിലാണ് ഇത് ഡിഗ്രി ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ 10th പ്ലസ് 2 ലെവൽ എക്സാമുകളിൽ ഇത് ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ എന്ന ഭാഗത്തോ അല്ലെങ്കിൽ സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ പദ്ധതികൾ, ആരോഗ്യക്ഷേമം എന്നീ ഭാഗങ്ങളിലാണ് ഉൾപ്പെടുത്തുക. ഈ ടോപ്പിക്ക് വളരെ റെലവൻ്റ് ആണ്. കൃത്യമായി ഒന്ന് റിവൈസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ചോദിച്ചാൽ ഒരു മാർക്ക് കൃത്യമായി കയ്യിലിരിക്കും. ഓക്കെ, മുന്നോട്ട് പോവാം. മാക്സിമം ചോദ്യങ്ങൾ വരാറുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണമാണ്. വുമൺ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതികൾ, അവയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെ കൂടി നമ്മൾ അതിൻ്റെ അകത്ത് റിലേറ്റ് ചെയ്തു പോകുന്നതായിരിക്കും. നമുക്ക് നേരെ ശ്രദ്ധിച്ച് തുടങ്ങാം. കേരളത്തില് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചത് നമുക്കറിയാം. ഈ സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റുകൾ, അതിൻ്റെ മിനിസ്ട്രികളെ പറ്റി പറഞ്ഞു പോകണം. കാരണം ഈ ഡേറ്റ്, വർഷം, മാസം എക്സാമിന് ചോദിച്ചതാണ്. കേരളത്തിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അഥവാ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9 1975 സെപ്റ്റംബർ 9 കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചു. നിലവില് കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയെ ചോദിച്ചാൽ, പുതിയ നിയമനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ, കേന്ദ്ര സർക്കാരിലെ നിലവിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരടാ? വീരേന്ദ്ര കുമാറാണ്. വീരേന്ദ്രകുമാറിന്റെ ചോദ്യം സാമൂഹ്യ നീതി വകുപ്പ് കേന്ദ്ര തലത്തിലുള്ള മന്ത്രിയാണ്. അപ്പൊ കേരളത്തിലെ ചോദ്യം ഓർത്തേടാ, കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആണ്. പ്രീവിയസ് ചോദ്യം കൂടിയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1975 സെപ്റ്റംബർ 9 കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചു. കേന്ദ്രത്തിൽ നിലവിൽ മന്ത്രിയാരാ? വീരേന്ദ്രകുമാർ. കേരളത്തിലെ മന്ത്രിയാരാ? ആർ ബിന്ദു ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വാ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ ചോദ്യം മാറിപ്പോലേടാ. സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അഥവാ സാമൂഹ്യ സുരക്ഷാ മിഷൻ 2008 കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. കേരളത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച വർഷം. മൂന്ന് ചോദ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കണേ. സാമൂഹ്യ നീതി വകുപ്പ് 1975 സെപ്റ്റംബർ 9. സാമൂഹ്യ നീതി വകുപ്പ് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. കേരളത്തിൽ ആർ ബിന്ദു ആണ്. 2008 ചോദ്യം പറ. എന്താണ്? സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചു. എന്നാൽ 2017 ചോദ്യം എന്താ? വനിതാ ശിശുക്ഷേമ വകുപ്പ് ആണ് എന്നുകൂടി മനസ്സിലാക്കാം. അവിടെ കണക്ട് ചെയ്യേണ്ടത് നിലവിൽ കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ്. വീണ ജോർജ് കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് എങ്കിൽ അത് കേന്ദ്ര തലത്തിലേക്ക് വരുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ മന്ത്രിയാണ്, വനിതയാണ്, അന്നപൂർണ ദേവിയാണ്. ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. അന്താരാഷ്ട്ര വനിതാ വർഷമായി UN ആചരിച്ചത് എന്നാണെന്ന് ചോദിക്കും. എടാ, അന്താരാഷ്ട്ര വനിതാ വർഷമായിട്ട് UN ആചരിച്ചത് 1975 1975 സ്ത്രീകളുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 2001. തെറ്റിക്കല്ലേ? ആദ്യം പറഞ്ഞത് ഗ്ലോബലി ഉള്ള ഒരു സീനാണ്. അതായത്
1975 ഐക്യരാഷ്ട്ര സംഘടന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വർഷമായിട്ട് ആചരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് 2001 എന്താണ് ദേശീയ നയം, വനിതകൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപീകരിച്ചു. അതുപോലെ തന്നെ സെയിം വർഷം തന്നെ ഒരു ചോദ്യം കൂടെ പഠിച്ചോളൂ. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ആചരിച്ചതും അത് തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്തോടെടാ. അതായത് 2001 ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപീകരിച്ചു. അതുപോലെ തന്നെ അതേ 2001 തന്നെയാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വർഷമായി ആചരിച്ചത് 2001. ഇനി ഇവിടുന്ന് ഈ വർഷം ഇപ്പൊ റീസെന്റ് ഉള്ളൊരു കറണ്ട് അഫെയർ നമുക്ക് കണക്ട് ചെയ്യാം. ഈ വർഷം 2025 ടൈംസ് മാഗസിൻ വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് ഒരു വനിതയെ, അതായത് വുമൺ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ വനിതയാണല്ലോ, സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. ഈ 2025 ഒരു ഇന്ത്യക്കാരിയാണ് ടൈംസ് മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ടൈംസ് മാഗസിന്റെ വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് പൂർണിമ ദേവി ബർമൻ ആണ്. ആ പേര് ശ്രദ്ധിക്കുക, പൂർണിമ ദേവി ബർമൻ. പൂർണിമ ദേവി ബർമൻ ടൈംസ് മാഗസിന്റെ വുമൺ ഓഫ് ദ ഇയർ ആയി പ്രഖ്യാപിക്കപ്പെടുന്നു. അവർ ഹർക്കില എന്ന, ആ പേര് ശ്രദ്ധിക്കുക, ഹർക്കില എന്ന പക്ഷിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടിയാണ് അവരെ ആ നേട്ടത്തിലേക്ക് എത്തിച്ചത്. കറണ്ട് അഫെയർ ആണ്, ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 1975 UN-ന്റെ അന്താരാഷ്ട്ര വർഷം, 2001 ഇന്ത്യയിൽ ദേശീയ നയം രൂപീകരിച്ചു, 2001 ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വർഷമായിട്ട് ആചരിച്ചു എന്ന് പറഞ്ഞു. മാത്രവുമല്ല 1975 സെപ്റ്റംബർ 9 സാമൂഹ്യ നീതി വകുപ്പ്, 2008 സാമൂഹ്യ സുരക്ഷാ മിഷൻ, 2017 വനിതാ ശിശുക്ഷേമ വകുപ്പ്. ശ്രദ്ധിച്ചോണേ, തെറ്റിക്കല്ലേ. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. ഇന്റർനാഷണൽ വുമൻസ് ഡേ നമുക്കറിയാം. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് മാസം 8 ലോകം മുഴുവൻ എല്ലാവരും വനിതാ ദിനം, വുമൻസ് ഡേ മാർച്ച് 8 ആഘോഷിക്കുകയാണ്. അപ്പൊ 2025 മാർച്ച് 8 പ്രമേയം ആക്സിലറേറ്റ് ആക്ഷൻ. ആക്സിലറേറ്റ് ആക്ഷൻ, ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാവാം. അന്താരാഷ്ട്രം അവിടെ നിൽക്കട്ടെ, ദേശീയ വനിതാ ദിനം ചോദിക്കാം. ഇന്ത്യയിലെ രാജ്യത്തെ വനിതാ ദിനം അത് ഫെബ്രുവരി 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനം കൂടിയാണ്. ഓക്കെ, ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമാണ്. ഇനി നിർഭയ ദിനം ഡിസംബർ 16. എടാ ശ്രദ്ധിച്ചേ, മാർച്ച് 8 ആക്സിലറേറ്റ് ആക്ഷൻ ആണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര വുമൻസ് ഡേ ആണ്. ഫെബ്രുവരി 13 ഇന്ത്യയിലെ വനിതാ ദിനം. ഇനി ഡിസംബർ 16 എന്താണ്? നിർഭയ ദിനമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള നല്ല ചോദ്യം പിടിച്ചോളുക. ഇന്ത്യയിലെ നിർഭയ നയം രൂപീകരിച്ച വർഷം 2013. ഇന്ത്യയിലെ നിർഭയ നയം എന്ത് ചെയ്തു? രൂപീകരിച്ച് 2013. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര ദിനം ചോദിച്ചാൽ നവംബർ മാസം 25 സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം നവംബർ 25. ഓക്കെ, ഫൈൻ. കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ. അടുത്ത പോയിന്റിലേക്ക് വരാം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗ സമത്വ പ്രവർത്തനങ്ങൾക്കും ഏർപ്പെട്ടിരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു വിഭാഗമാണ് UN വിമൻ. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് UN വിമൻ എന്ന് പറയുന്ന സംവിധാനം. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായുള്ള അക്രമങ്ങൾ തടയുന്നതിനും കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനും
നിയമം വഴി രൂപപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനം ഏതാ? ദേശീയ വനിതാ കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷനാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. നമുക്കതൊരു ടോപ്പിക്കായിട്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താൽ മതിയാവും. 90-ലാണല്ലേ 1990-ലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. ആ പോയിന്റ് ശ്രദ്ധിച്ചേ. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരം 1992 ജാനുവരി 31-ാം തീയതിയാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത്. ക്ലിയർ ആണ്. കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമാനുസൃത സ്ഥാപനമാണ്, നിയമത്തിന്റെ പിൻബലത്തിൽ രൂപപ്പെട്ട സ്ഥാപനം. 1990-ലെ നിയമം 92 ജാനുവരി 31-ന് എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. കൃത്യമായിട്ട് ഓർത്ത് വെച്ചേടാ. അടുത്ത പോയിന്റിലേക്ക് വാ. നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പുതിയ നിയമനമാണ്. എക്സാമിന് ചോദിക്കും. വിജയ കിഷോർ രഹത്കർ ആണ്. വിജയ് കിഷോർ രഹത്കർ ആണ് നിലവിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷന്റെ, നാഷണൽ കമ്മീഷൻ ഫോർ വിമണിന്റെ ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. 90-ലെ നിയമം 92 ജാനുവരി 31-ന് നിലവിൽ വന്നു. നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. അപ്പൊ നമുക്കറിയാം സംസ്ഥാന തലത്തിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ അഥവാ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 95 ഡിസംബർ മാസം 1-ാം തീയതിയാണ്. 95 ഡിസംബർ 1-ാം തീയതി നിയമം നിലവിൽ വന്നുവെങ്കിൽ ആ ഡേറ്റ് സ്ഥാപനം അഥവാ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം മാസം ഡേറ്റ് എക്സാമിന് ചോദിച്ചതാണ്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. 96 മാർച്ച് 14 96 മാർച്ച് 14. 95 ഡിസംബർ 1-ന് വന്ന നിയമമാണ്. 96 മാർച്ച് 14. 96 മാർച്ച് 14-ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നു. അധ്യക്ഷ സ്ഥിരം ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്, പ്രതീക്ഷിക്കാം. പി സതീദേവിയാണ്. വിജയ കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതീദേവി. അപ്പൊ 92 ജാനുവരി 31-ന് ദേശീയ കമ്മീഷൻ നിലവിൽ വന്നപ്പോ 96 മാർച്ച് 14-ന് സംസ്ഥാന കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വനിതകൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട, സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളും വർഷങ്ങളും ഡിസ്കസ് ചെയ്താൽ സ്ഥിരമായി എക്സാമിന് ചോദിക്കാറുണ്ട്. ഇന്ന നിയമം വന്ന വർഷം ഏതാണ്, ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പഠിക്കുക. സ്ത്രീധന നിരോധന നിയമം കൃത്യമായി പഠിക്കുക. 961 1961 1961 സ്ത്രീധന നിരോധന നിയമമാണ് അല്ലെ. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ആണ്. 1961 ആണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. വർഷം കൃത്യമായി പഠിക്കുക. ഇനി കുടുംബ കോടതി നിയമം 84 ആണ് കേട്ടോ. എടാ, കുടുംബ കോടതി നിയമം 1984 1984 കുടുംബ കോടതി നിയമമാണ്. അപ്പൊ 61 സ്ത്രീധന നിരോധനം, 84 കുടുംബ കോടതി നിയമമാണ്. ഇനി നല്ലൊരു ചോദ്യം ഞാൻ പറയാം. കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആണ്. സതി നിരോധന നിയമം 1987. ഓക്കെ, ഇങ്ങനെ പഠിക്കുക. 1987 സതി പ്രിവെൻഷൻ ആക്ട്, 984 കുടുംബ കോടതി ആക്ട്, 61 സ്ത്രീധന നിരോധന നിയമം, ഡൊമസ്റ്റിക് വയലൻസ് പ്രൊഹിബിഷൻ ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പാസ്സായി, 2006 നിലവിൽ വന്നു. കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തേടാ. 1961 സ്ത്രീധനം, 984 കുടുംബ കോടതി, 987 സതി, 2005 ഗാർഹിക പീഡന നിരോധന നിയമമാണ്. ഇനി
ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നിരോധന നിയമം. റീസെന്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ്. ജോലി സ്ഥലങ്ങളിലെ, തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം 2013 ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയുന്ന നിയമം പാസ്സായിട്ടുള്ളത്. കണക്ട് ചെയ്തേടാ, എല്ലാം മനസ്സിലേക്ക് കൊണ്ടുപോവാ. ഓരോന്നോരോന്നായിട്ട് പറയണേ. 2005 ചോദ്യം പറ, ഗാർഹിക പീഡന നിരോധന നിയമമാണ്. 961 ചോദ്യം പറ, സ്ത്രീധന നിരോധനമാണ്. അപ്പൊ സതി 987. 84 എന്തുവാ, കുടുംബ കോടതി. 2013 എന്താണ്, ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകളാണ്. ക്ലിയർ ആണ്, വ്യക്തമാണ്. ഏറ്റവും റീസെന്റ് 2023 106 ഭരണഘടനാ ഭേദഗതി നിയമമായി വന്ന നാരീശക്തി വന്ദൻ അധിനിയം എന്നൊരു സംവിധാനമുണ്ട്. റീസെന്റ് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വലിയ പ്രാധാന്യത്തോടെ പഠിക്കണം. കാരണം സ്ത്രീകൾക്ക്, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും പ്രാതിനിധ്യം 33% അല്ലെങ്കിൽ 1/3% സംവരണം ഉറപ്പു നൽകുന്ന നിയമമാണ് 2023 ഭരണഘടനാ ഭേദഗതിയായി വന്ന നാരീശക്തി വന്ദൻ അധിനിയം. ഓക്കെ, ഇനി ഇങ്ങനെ ചോദിക്കാം, ലോക്സഭയിലും നിയമസഭകളിലും വനിതാ പ്രാതിനിധ്യം നൽകുന്ന 3 പുതിയ ആർട്ടിക്കിളുകളാണ് കൂട്ടിച്ചേർത്തത്. അതിൽ 239A എന്നതിൽ ഭേദഗതിയാണ് വരുത്തിയത്. ഡൽഹി നിയമസഭയിൽ സ്ത്രീകൾക്ക് സംവരണം നൽകുന്നതാണ് 239A എന്ന് പറയുന്നത്. ഇനി 330A കൂട്ടിച്ചേർത്തു, 332A കൂട്ടിച്ചേർത്തു. 330A പ്രകാരം ലോക്സഭയിൽ സ്ത്രീകൾക്ക് സംവരണമാണെങ്കിൽ 332A പ്രകാരം സംസ്ഥാന നിയമസഭകളിൽ സ്ത്രീകൾക്ക് സംവരണം നൽകുന്നു. അപ്പൊ കണക്ട് ചെയ്തേടാ, അതായത് നമ്മുടെ 106 ഭേദഗതി 2023 പ്രകാരം സ്ത്രീകളുടെ പ്രാതിനിധ്യം 33% അതിനുവേണ്ടി 239A പ്രകാരം എന്ത് ചെയ്തു, നമ്മുടെ ഡൽഹിയിൽ പ്രാതിനിധ്യം കൊടുക്കുന്നു. 330A പ്രകാരം ലോക്സഭയിലും 332A പ്രകാരം സംസ്ഥാന നിയമസഭകളിലും സംവരണം അനുവദിക്കുന്നു. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് വരികയാണെങ്കിൽ വിവിധ തരത്തിലുള്ള പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം നൽകുന്ന ആർട്ടിക്കിൾ നമുക്കറിയാം. ഇന്ത്യയിൽ 73, 74 ഭേദഗതികളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ പഞ്ചായത്ത് രാജ്, നഗരപാലിക എന്നീ സംവിധാനങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അതിൽ 73ാം ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 243D പറയുന്നു. 243Dയിലാണ് വനിതാ സംവരണം പഞ്ചായത്തുകളിൽ പറയുന്നതെങ്കിൽ, അതേ സാധനം തന്നെ 243Tയിൽ പറയുന്നു നഗരസഭ, മുനിസിപ്പാലിറ്റി നഗരസഭകളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം. അപ്പൊ എങ്ങനെ പഠിക്കുക, 243D പഞ്ചായത്തുകളിലെ വനിതാ സംവരണം, 243T ആണെങ്കിൽ നഗരപാലിക മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ വനിതാ സംവരണമാണ്. കൃത്യമായിട്ട് പഠിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ഭരണഘടനയും സ്ത്രീകളും നമ്മൾ പറഞ്ഞു വരുന്നത് ഓരോ ഭാഗത്തും എങ്ങനെയാണ് നമ്മൾ ഈ സ്ത്രീ സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ, അവരുടെ ശാക്തീകരണം ഡിസ്കസ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ അതിനെ എംപവർ ചെയ്തിരിക്കുന്നു, എവിടെയൊക്കെ അതിനുള്ള പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നു എന്നാണ് ആദ്യമേ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി മൗലിക അവകാശങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ എത്രത്തോളം പ്രാധാന്യം കൊടുത്തു, ഇന്ത്യയുടെ തന്നെ ഏറ്റവും അവകാശങ്ങളിൽ തന്നെ ഏറ്റവും മൗലികമായ അവകാശങ്ങളിൽ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 14 ആർട്ടിക്കിൾ 14 തുടങ്ങാം. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്ന കാര്യമാണ്. സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ഇങ്ങനെ പറയുന്നല്ലേ, റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. അവിടെ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. നിയമത്തിന് മുന്നിൽ സമത്വം അല്ലെങ്കിൽ നിയമങ്ങളുടെ തുല്യ സംരക്ഷണം ഉറപ്പു നൽകുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 14 അവിടെ ആൺ പെൺ വ്യത്യാസമില്ല. നിയമത്തിന് മുന്നിൽ ഓരോ പൗരനും
അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ തുല്യരാണ്, തുല്യ സംരക്ഷണവും അവർക്ക് നൽകേണ്ടതുണ്ട്. ഇനി 15 ക്ലോസ് 1 വരാം. 15 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്, പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ആണ്. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം അവിടെ തന്നെ എടുത്തു പറയുന്നുണ്ട്. അത്തരത്തില് വിവേചനം പാടില്ല. 14 റൈറ്റ് ടു ഇക്വാലിറ്റി, നിയമത്തിന് മുന്നിൽ സമത്വം. 15 വിവേചനം പാടില്ല. ഈ 2 ആർട്ടിക്കിളുകളും വ്യക്തമായിട്ട് സ്ത്രീകളുടെ കൂടി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. ഈ അനുച്ഛേദം 15 ക്ലോസ് 3 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അറ്റ് എ ടൈം നമ്മൾ പറയുന്നുണ്ട് ലിംഗ അസമത്വം പാടില്ല. അതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണനകൾ നൽകുക, അവരുടെ അവകാശങ്ങളെ കുറെ കൂടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രൊവിഷൻസ് വരുന്നത് കൊണ്ട് എന്താവില്ല, അത് ഭരണഘടനാ വിരുദ്ധമാവില്ല. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് വിവേചനമായി കണക്കാക്കുകയില്ല. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാ. 15 ക്ലോസ് 3 പ്രകാരം അവർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരുന്നു, അവർക്ക് റിസർവേഷൻസ് കൊണ്ടുവരുന്നു, പരിഗണനകൾ കൊടുക്കുന്നു. അത്തരത്തിലുള്ള സംവരണങ്ങളൊന്നും തന്നെ 15 ക്ലോസ് 3 പ്രകാരം വിവേചനമായി കണക്കാക്കുകയില്ല. 14, 15 ക്ലോസ് 1, 15 ക്ലോസ് 3 എന്നിവ നമ്മൾ ഡിസ്കസ് ചെയ്തു. 16 അവസര സമത്വമാണല്ലേ, 16 അവസര സമത്വമാണ്. സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഓഫീസിലേക്കുള്ള തൊഴിൽ നിയമന വിഷയങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരങ്ങൾ നൽകുന്നു. ലിംഗത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുന്നതും സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും ജോലിക്ക് ഓഫീസിന് അയോഗ്യരാക്കുന്നതും ഇത് നിരോധിക്കുന്നു. തെറ്റിക്കേ ചെയ്യലേടാ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവസര സമത്വം. അപ്പൊ 14, 15, 16 എന്നിവയ്ക്ക് ശേഷം 23 ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദമാണ്. എക്സാമിന് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്നത് 23 ആണ് ദേവദാസി സമ്പ്രദായത്തെ വിലക്കുന്ന അനുച്ഛേദം. ക്ലിയർ അല്ലേ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള മൗലിക അവകാശങ്ങളിൽ സ്ത്രീകളെ പറ്റി എങ്ങനെ പറയുന്നു? 14 തുല്യ, നിയമത്തിന് മുന്നിൽ തുല്യ സുരക്ഷയും സംരക്ഷണവും. 15 വിവേചനങ്ങൾ പാടില്ല. 15 ക്ലോസ് 3 പ്രകാരം അവരെ പരിഗണിക്കുന്നത് അതൊരിക്കലും വിവേചനമായി കണക്കാക്കില്ല. 16 അവസര സമത്വമാണ്. 23 ദേവദാസി സമ്പ്രദായത്തിന്റെ അവസാനിപ്പിക്കലുമാണ്. മുന്നോട്ട് വരുന്നു. അടുത്ത ഭാഗത്തേക്ക് വന്നാൽ ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലെ തന്നെ ഭാഗം 3 നമ്മൾ മാറ്റിവെച്ചു. ഭാഗം 4 വന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്ക് വന്നാൽ അവിടെയും എടുത്തു പറയുന്നുണ്ട് സ്ത്രീകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരെ എങ്ങനെ എംപവർ ചെയ്ത് കൊണ്ടുവരാം. 39D സ്ഥിരമായി ചോദിക്കുന്നതാണ്. 39 ക്ലോസ് ഡിയിൽ പറയുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക. 39 ക്ലോസ് ഡി പ്രകാരം 39 ക്ലോസ് ഡി പ്രകാരം തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 39 ക്ലോസ് ഡി ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുകയാണ്. ഇനി 42 എന്താ പറയുന്നത് നോക്കാം. ന്യായമായതും മാനുഷികവുമായി തൊഴിൽ സാഹചര്യങ്ങൾക്കും പ്രസവ ആനുകൂല്യത്തിനും വ്യവസ്ഥ ചെയ്യാൻ സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുന്നു. ആ പോയിന്റ് ശ്രദ്ധിക്കണേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയല്ലേ, മാർഗനിർദ്ദേശക തത്വങ്ങളല്ലേ സ്റ്റേറ്റിനോട് നിർദ്ദേശിക്കുകയാണ്. തൊഴിലിടങ്ങൾ കുറെ കൂടി മാനുഷികമാവണം, അതിനെ കുറെ കൂടി ഹ്യൂമാനിറ്റേറിയൻ ആക്കണം. അതുപോലെ പ്രസവ അവധി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഈ DPSPയിൽ പറയുന്ന 42 എന്ന ക്ലോസിൽ നിന്നുമാണ്. 45 പറയുന്നുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാ കുട്ടികൾക്കും 6 വയസ്സ് തികയുന്നത് വരെ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകാൻ നിർദ്ദേശിക്കുന്നു. അപ്പോ മാർഗനിർദ്ദേശക തത്വങ്ങളായ 39 ക്ലോസ് ഡി തുല്യ ജോലിക്ക് തുല്യ വേതനം, 42 മാനുഷികമായ തൊഴിലിടങ്ങൾ, പ്രസവ ആനുകൂല്യങ്ങൾ, 45 പറയുന്നു പ്രാഥമിക വിദ്യാഭ്യാസം വരെ സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുക എന്ന ഒരു ക്ലോസ് കൂടിയാണ് DPSPയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണോ നോക്കിയടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കാനേ പാടില്ല. ഓക്കെ, 75 നമ്മൾ പറഞ്ഞു, സെപ്റ്റംബർ 9 പറഞ്ഞു.
അതുപോലെ 2008 സുരക്ഷാ മിഷൻ, 2017 വനിതാ ശിശുക്ഷേമ വകുപ്പാണ്. 75 യുവനിന്റെ വർഷമാണെങ്കിൽ ഇന്ത്യയിലെ 2001 സ്ത്രീകളുടെ വർഷം. ദേശീയ നയം 2001 ആണ്. വിമൺ ഓഫ് ദി ഇയർ ആയിട്ട് 2025 ടൈംസ് മാഗസിൻ പൂർണിമ ദേവി ബർമനാണ്. ഹർക്കില എന്ന പക്ഷിയുടെ സംരക്ഷണമാണ്. മാർച്ച് 8 അന്താരാഷ്ട്രമാണെങ്കിൽ ഫെബ്രുവരി 13 ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമാണ്. ഈ വർഷത്തെ പ്രമേയം ആക്സിലറേറ്റ് ആക്ഷൻ ആണെങ്കിൽ ഡിസംബർ 16 നിർഭയ ദിനം. 2013 നിർഭയ നയം രൂപീകരിച്ചു. നവംബർ 25 അന്താരാഷ്ട്ര വനിതാ അക്രമങ്ങൾക്കെതിരെയുള്ള ദിനമായിട്ട് ആഘോഷിക്കുന്നു. അതുപോലെ UN വുമൺ എന്ന സ്ഥാപനം യുഎന്നിന്റെ ഏജൻസി ആണെങ്കിൽ ഇന്ത്യയിൽ ഈ സംരക്ഷണത്തിനും നടപടികൾ എടുക്കാനും ദേശീയ വനിതാ കമ്മീഷൻ 90 നിയമം 92 ജനുവരി 31 മുതൽ അധികാരത്തിലുണ്ട്. നിലവിലെ ചെയർപേഴ്സന്റെ പേര് വിജയ് കിഷോർ രഹത്കർ എന്നാണ്. ഡൽഹി ആസ്ഥാനമാണ് നിർഭയ ഭവൻ. കേരളത്തിൽ 95 ഡിസംബർ 1 വന്ന നിയമം 96 മാർച്ച് 14 നിലവിൽ വന്നു. നിലവിൽ P സതി ദേവിയാണ് അധ്യക്ഷ. അവിടെ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നിയമങ്ങളെ പറ്റി പഠിച്ചു. 1961 എന്ന് പറയുമ്പോൾ മനസ്സിലോടി വരണം സ്ത്രീധന നിരോധന നിയമമാണ്. 984 നമ്മുടെ കുടുംബ കോടതി നിയമം വരുന്നു. 87 സതി നിയമവുമായി ബന്ധപ്പെട്ട്. അതുപോലെ 2013 ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. 2005 ഗാർഹിക പീഡന നിരോധനം. 2023 നാരി ശക്തി വന്ദൻ അധിനിയം. പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങൾ. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ആർട്ടിക്കിൾ എക്സാമിന് ചോദിക്കാറുണ്ട്. പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് സംവരണം 243D ആണെങ്കിൽ നഗരസഭ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 243T എന്ന് ഓർത്തു വെക്കുക. അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിൽ 14, 15 ക്ലോസ് 1, 16, 23 എന്നിവ പറഞ്ഞു. DPSP മാർഗനിർദ്ദേശക തത്വങ്ങളാണ് എങ്കിൽ പ്രധാനമായും 29 അല്ലെങ്കിൽ 39 ക്ലോസ് ഡി തുല്യ ജോലിക്ക് തുല്യവേതനം, 42 പ്രസവാനുകൂല്യങ്ങൾ, 45 പ്രാഥമിക തലം വരെയുള്ള വിദ്യാഭ്യാസം വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എക്സാമിന് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കരുത്, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാം. ഹെൽപ്പ് ലൈൻ നമ്പറുകളും സ്ത്രീകളും എന്ന ഭാഗത്തേക്ക് വരാം. പ്രധാനമായും സ്ത്രീകളും അവരുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറുകളും എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് പറയാം, പോലീസ് എമർജൻസി വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 112. എടാ 112 ആണ് പോലീസ് എന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ. പോലീസ് എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ 112 ആണ്. ഇനി സ്ത്രീകളുടെ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ട് അറിയപ്പെടുന്നത് 1091 അല്ലെങ്കിൽ 181. എടാ എമർജൻസി 112, എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ 112 ആണെങ്കിൽ വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ട് പൊതുവെ പറയപ്പെടുന്നത് 1091 അതുപോലെ 181 എന്നീ നമ്പറുകളാണ്. മാറിപ്പോരുത്. എമർജൻസി നമ്പർ 112, 1091, 181 എന്ത് തന്നെയാ? വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തന്നെയാണ്. 181 മിത്ര ഹെൽപ്പ് ലൈൻ നമ്പർ എന്നുകൂടി അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേടാ. 112 എമർജൻസി നമ്പർ, 1081 അല്ലെ 1091 വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്, 181 ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. അതിനെ മിത്ര ഹെൽപ്പ് ലൈൻ നമ്പർ എന്നറിയപ്പെടുന്നു. ഇനി 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ചോദിക്കാറുണ്ടല്ലേ, 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. നമ്മൾ ഓരോ പദ്ധതികളിലേക്ക് വന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളെ തന്നെ ആദ്യം നമ്മൾ ഉൾപ്പെടുത്തി പോവുകയാണ്. മാക്സിമം പദ്ധതികൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ മാക്സിമം വനിതകളുടെ പദ്ധതികൾ ഒരുവിധം തീർക്കും. ദെൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സോ കൃത്യമായിട്ട് നോക്കി പോവുക. മാക്സിമം പദ്ധതികൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ട് സ്നേഹ സ്പർശം എന്ന പദ്ധതിയാണ്. സ്നേഹ സ്പർശം, സ്നേഹത്തോടെയുള്ള ഒരു ടച്ച് അല്ലേ, സ്നേഹസ്പർശം. നല്ല ചോദ്യമാണ്, സ്ഥിരമായി റിപ്പീറ്റഡ് ചോദ്യമാണ്. ചൂഷണത്തിന് വിധേയരായ, ചൂഷണം ചെയ്യപ്പെട്ട, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട അവിവാഹിതരായ അമ്മമാർ. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അവിവാഹിതരായ അമ്മമാര്, അവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹ സ്പർശം എന്ന പദ്ധതി.
ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്ന വനിതകൾക്ക് സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സ്നേഹ സ്പർശം. മനസ്സിലുറപ്പിക്കുക, അവിവാഹിതരായ അമ്മമാർക്കുള്ള പദ്ധതി സ്നേഹസ്പർശമാണ്. അടുത്ത പോയിന്റിലേക്ക് വാ. നെക്സ്റ്റ് പദ്ധതിയുടെ പേര് പ്രത്യാശ. എന്തോ ഒരു പ്രത്യാശ എന്ന പദ്ധതി നോക്കാം. സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന, ഇക്കണോമിക്കലി അത്ര നല്ല അവസ്ഥയിലല്ലാത്ത മാതാപിതാക്കളുടെ മക്കൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. അപ്പൊ ആദ്യം തന്നെ മൊത്തമായിട്ട് പഠിച്ചില്ലെങ്കിലും ഓരോ കാര്യം കണക്ട് ചെയ്യുക. പദ്ധതി പഠിക്കുക, പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്. സ്നേഹസ്പർശം, അവിവാഹിതരായ അമ്മമാര്, പ്രത്യാശ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ മക്കൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതി പ്രത്യാശയുടെ ഡീറ്റെയിൽസ് നോക്കാം. സാമൂഹിക സുരക്ഷാ മിഷൻ വ്യക്തികൾ, കോർപ്പറേറ്റുകൾ എന്നിവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഒരു വിവാഹം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അത്യാവശ്യം ചെലവ്, വലിയൊരു ചെലവുണ്ടാവും. സോ പലരുടെ സഹായം കൂടിയാണത് കൃത്യമായി നമുക്ക് വിജയകരമായി ചെയ്യാൻ കഴിയുന്നത്. കോർപ്പറേറ്റുകളാവാം, സാമൂഹിക സുരക്ഷാ മിഷൻ, മറ്റു വ്യക്തികളുടെയൊക്കെ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രത്യാശ പദ്ധതിയുടെ പ്രത്യേകത സാമ്പത്തികമായി അല്ലെങ്കിൽ ഇക്കണോമിക്കലി പിന്നാക്കം നിൽക്കുന്ന വീട്ടുകാരുടെ മക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്നതാണ് പ്രത്യാശ എന്ന പദ്ധതി. പദ്ധതിയുടെ ഗുണഭോക്താവിന്റെ പ്രായപരിധി 22 വയസ്സിന് മുകളിലായിരിക്കണം എന്നതാണ് എടുത്തു പറയുന്നത്. 22 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം പ്രത്യാശ പദ്ധതിയുടെ ഗുണഭോക്താവ്. കുടുംബ വാർഷിക വരുമാനം 60,000 രൂപയിൽ താഴെ ആയിരിക്കണം. അപ്പൊ പോയിന്റ് ശ്രദ്ധിച്ചേടാ, പ്രത്യാശ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുടെ വിവാഹ ധനസഹായമാണ്. 22 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടിയായിരിക്കണം. അവരുടെ വാർഷിക വരുമാനം 60,000 രൂപയിൽ താഴെ ആയിരിക്കണം എന്നുകൂടി പറയുന്നു. വ്യക്തികൾ, കോർപ്പറേറ്റുകൾ, മറ്റ് സുരക്ഷാ മിഷൻ പോലെയുള്ളവരുടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഇത് മുന്നോട്ട് പോവുക. ക്ലിയർ ആയിട്ട് പഠിക്കുക. പ്രത്യാശ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഓക്കെ, അപ്പൊ സ്നേഹ സ്പർശം അവിവാഹിതരായ അമ്മമാര്, പ്രത്യാശ വിവാഹം നടത്തിക്കുന്നതിനുള്ള ധനസഹായമാണ്. ഇനി മംഗല്യ പദ്ധതി. ഞാൻ ഈ മാക്സിമം കൺഫ്യൂസ്ഡ് ആവുന്നത് ഒന്നിച്ച് പറയുകയാണ്. പ്രത്യാശ പറഞ്ഞു, ഇനി മംഗല്യ പദ്ധതി പേരിൽ തന്നെ ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ. മംഗല്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിവാഹം കഴിക്കാനുള്ളവരെന്നൊരു തോന്നൽ വേണ്ട. പ്രത്യാശയാണ് വിവാഹം കഴിക്കാത്തവരുടെ വിവാഹ ധനസഹായം. മംഗല്യ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? അത് BPL, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ. ഇപ്പം വിധവകളാകാം, മരിച്ചുപോയതാവാം, അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ്ഡ് ആവാം. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ. 2008 ആരംഭിച്ചു. 18-നും 50-നും മധ്യേ പ്രായമുള്ളവരെയാണ് നമ്മൾ കണക്കിലെടുക്കുക. ശ്രദ്ധിച്ചേ, നേരത്തെ പ്രത്യാശ പറഞ്ഞപ്പോ 22 വയസ്സിന് മുകളിലായിരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ മംഗല്യ പറയുമ്പോൾ വിധവകളാവാം, ഇനി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരാവാം. കൃത്യമായി പഠിക്കുക. 18-നും 50-നും മധ്യേ പ്രായം. 2008 ആരംഭിച്ച പദ്ധതിയാണ്. ധനസഹായ തുക 25,000 രൂപ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ്. കണക്ട് ചെയ്ത് പഠിക്കണേടാ. ഒരേ പേര് വെച്ച് മാറിപ്പോകരുത്. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയുള്ള ധനസഹായമാണ്. പ്രത്യാശ എന്ന പദ്ധതി എടുക്കുമ്പോൾ പാവപ്പെട്ട വീട്ടിലെ ധനസഹായം കൊടുക്കുന്നു. വിവാഹം നടക്കാത്തവർക്ക് വേണ്ടിയുള്ള ധനസഹായമാണ്. 22 വയസ്സിന് മുകളിലാണ്. മൂന്നാമത്തെ പദ്ധതി മംഗല്യ. 2008 25,000 രൂപ ധനസഹായമാണ്. 18-നും 50-നും ഇടയിൽ പ്രായമാണ്. വിധവകളാവാം, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരാവാം. വനിതാ ശിശു വികസന വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി പറയുന്നത് പരിണയമാണ്. അവിടെയും ഓർത്തു വെക്കുക, ഭിന്നശേഷിയുള്ള ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കും
നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചിലവിന്റെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം. അപ്പൊ മൂന്നും കല്യാണം റിലേറ്റഡ് പരിപാടിയാണ് പറഞ്ഞത്. പക്ഷെ മൂന്നിന്റെയും ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറെന്റ് ആണ്. ചോദ്യം മാറിയാൽ ഉത്തരം മാറും. കൃത്യമായിട്ട് ആ പോയിന്റ് അനലൈസ് ചെയ്ത് പോവുക. പ്രത്യാശ പാവപ്പെട്ട വീട്ടിലെയാണ്. സാമ്പത്തിക ധനസഹായം വിവാഹത്തിന് നൽകുന്നു. 22 വയസ്സിന് മുകളിൽ പ്രായം വേണം. 60,000 രൂപയിൽ താഴെ ആയിരിക്കണം അവരുടെ സാമ്പത്തിക നില. അടുത്തായി പറഞ്ഞത് മംഗല്യ വിധവകളാണ്. വിധവ ധനസഹായമാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരാണ്. 2008 ആരംഭിച്ച പദ്ധതിയാണ്. 18-നും 50-നും ഇടയിൽ പ്രായമാണ്. 25,000 രൂപ ധനസഹായം ലഭിക്കുന്നു. ഇനി ഇപ്പൊ പറഞ്ഞത് പരിണയമാണ്. ഇവിടെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണ്, കഴിവുകളിൽ വ്യത്യസ്തതയുള്ള ആളുകളാണ്. സോ കൃത്യമായി ഓർക്കുക, ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ വിവാഹം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കളുടെ അല്ലെങ്കിൽ മകളുടെ വിവാഹം എന്നിവയാണ് പരിണയം എന്ന വിഷയത്തിലേക്ക് വായിക്കാൻ കഴിയുക. ക്ലിയർ ആയിട്ട് പഠിക്കുക. 3 വിവാഹ പദ്ധതികൾ നമ്മൾ പഠിച്ചു. അവിടെ പരിണയമാണ് വരുന്നതെങ്കിൽ ഓർക്കുക, പരിണയം ആരാണ്? ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണ്, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരാണ്, അംഗപരിമിതരാണ്. മംഗല്യ എന്ന് ചോദിച്ചാൽ അത് വിധവകളുമായി അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയവരുമായി ബന്ധപ്പെട്ട് പഠിക്കുക. പ്രത്യാശ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു പാവപ്പെട്ട വീട്ടിലെ വിവാഹ ധനസഹായം എന്ന് ബന്ധപ്പെടുത്തി പഠിക്കുക. മാറിപ്പോലെ. ഓക്കെ, 3 പദ്ധതികൾ വിവാഹവുമായി ബന്ധപ്പെട്ട്. അതുപോലെ അവിവാഹിതരായ അമ്മമാർക്കുള്ള പദ്ധതിയായ സ്നേഹസ്പർശവും നമ്മൾ ഡിസ്കസ് ചെയ്തു. 5ാമത്തെ പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. നിഴൽ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക്, ആലോചിച്ച് നോക്കിയേ, നിഴല് എന്ന് പറയുമ്പോഴേ നമുക്ക് ഇരുട്ട് അല്ലെങ്കിൽ രാത്രിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിഴല് കാണുന്നത്. ഓക്കെ, അപ്പൊ രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന, പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴല്. അപ്പൊ നിഴല് പോലെ പോലീസ് നമ്മുടെ കൂടെ ഉണ്ട്. അതായത് രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് നിഴൽ പദ്ധതി. നോക്കാം, മുതിർന്ന പൗരന്മാർക്കും ഈ സേവനം ലഭിക്കും. അപ്പൊ സാധാരണ സ്ത്രീകളാണ് ആഡ് ചെയ്ത് പറയുന്നു. നിഴൽ പദ്ധതിയുടെ സേവനം മുതിർന്ന പൗരന്മാർക്കും ലഭിക്കും. 112 നമ്മൾ നേരത്തെ പറഞ്ഞ അടിയന്തര സഹായ നമ്പറാണ്. 112 എന്ന നമ്പറിൽ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സഹായം ലഭ്യമാകുന്നതാണ് ഈ പദ്ധതി. നമ്മൾ പല സ്ഥലങ്ങളിൽ ജോലിക്ക് ആവശ്യവുമായി ബന്ധപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ പോകാറുണ്ട്. രാത്രികാലങ്ങളിൽ നമ്മൾ തീരെ വിജനമായ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ അത്തരത്തിൽ നിഴൽ എന്ന പദ്ധതി പ്രകാരം 112 കോൾ ചെയ്ത് പോലീസിന്റെ സഹായം ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ 5 പദ്ധതികൾ കിട്ടിയോടാ. സ്നേഹ സ്പർശം അവിവാഹിതരായ അമ്മമാര്, പ്രത്യാശ വിവാഹ ധനസഹായം പാവപ്പെട്ടവര്, മംഗല്യ വിധവ വിവാഹ ധനസഹായം അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണ്, പരിണയം ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരുടെ വിവാഹ ധനസഹായമാണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ നിഴൽ പദ്ധതി കേരള പോലീസിന്റെ രാത്രികാലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്ന 112 വിളിക്കുമ്പോൾ ലഭിക്കുന്ന സഹായമാണ്. 6ാമത്തെ പദ്ധതിയിൽ വരാം, ആശ്വാസ നിധി. നിധി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഫണ്ടിങ് ആണെന്ന് മനസ്സിലാക്കാം. ലൈംഗിക അതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ. പോയിന്റ് ശ്രദ്ധിക്കുക, ലൈംഗികമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ടവരാകാം, ആസിഡ് ആക്രമണങ്ങൾ നേരിട്ടവരാവാം. ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി. ആ പോയിന്റ് ശ്രദ്ധിച്ചേടാ. ആശ്വാസ നിധി ലൈംഗിക ചൂഷണങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, അതുപോലെ ഗാർഹിക പീഡനം എന്നിവ അനുഭവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസ നിധി എന്ന പദ്ധതിയാണ്. അടുത്തത് കനൽ എന്ന പദ്ധതി. കുറെ കൂടി റിലവൻസ് ഉണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ ഒരു പ്രശ്നമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1961 ഏത് നിയമമാണ്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണ്. സ്ത്രീധന നിരോധന നിയമം 961 പക്ഷേ 961 നിയമം വന്നെങ്കിലും 71, 81, 91, 2001, 2011, 2021 കഴിഞ്ഞിട്ടും സ്ത്രീധന പീഡനങ്ങൾ, പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, മരണങ്ങളൊക്കെ സ്റ്റിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു.
പഴയതിനേക്കാൾ എന്ന് പറയുന്നില്ല, സ്റ്റിൽ ഇവിടെ പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഓർക്കുക, സ്ത്രീധന പീഡനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അവതരിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയാണ് കനൽ. അപ്പൊ കനൽ എന്ന പദ്ധതി സർക്കാർ കലാലയങ്ങളിൽ, കാരണം വിവാഹം കഴിക്കുമ്പോഴാണ് സ്ത്രീധനം എന്നൊരു ഇഷ്യൂ ഫോം ചെയ്യുക. സോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളെ ഇതിനെപ്പറ്റി ഒന്ന് അവെയർ ആക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം. ഇനിയുള്ള തലമുറയെങ്കിൽ നമുക്ക് ആ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്താൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. സോ കലാലയങ്ങളിൽ യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് കനൽ കർമ്മ പരിപാടി സംസ്ഥാന തലത്തിൽ അവതരിപ്പിച്ചത്. മാറിപ്പോരുത്. കനൽ പദ്ധതി സ്ത്രീധന നിരോധനം അല്ലെങ്കിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുട്ടികളിൽ, യുവാക്കളിൽ, യുവതികളിൽ, കോളേജുകളിൽ, കലാലയങ്ങളിൽ ചെന്ന് അവയർനെസ് കൊടുക്കുന്ന പദ്ധതിയാണ് കനൽ എന്ന പദ്ധതി. ക്ലിയർ ആണോടാ? നിഴൽ എന്ന പദ്ധതി ഓർമ്മയുണ്ടോ? നിഴല് രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ട് പൊതുവഴികളിൽ എത്തപ്പെടുന്ന സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് കിട്ടുന്ന സഹായമാണ് 112 വിളിച്ചാൽ നിഴല്. കനൽ എന്ന് പറയുമ്പോൾ സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുക. അടുത്ത പദ്ധതിയിലേക്ക് വരാം, ശ്രദ്ധിച്ചേടാ. സഹായഹസ്തം പ്രീവിയസ് ചോദ്യമാണ്. സഹായഹസ്തം ഒരു സഹായത്തിന്റെ ഒരു കൈ എന്നുള്ളൊരർത്ഥമാണല്ലേ. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന വിധവകൾക്ക്, ആ പോയിന്റ് ശ്രദ്ധിക്കുക, സഹായഹസ്തം സഹായത്തിന്റെ ഒരു കൈയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന വിധവകൾക്ക് എന്ത് ചെയ്യുന്നു? സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഒറ്റത്തവണ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. ആ പോയിന്റ് മനസ്സിലായോ? പ്രത്യേകിച്ച് വിധവകളാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതെന്ന് വിചാരിക്കുക. എന്താണ് വിഷയം? അവർക്ക് ഒരു സംരംഭം തുടങ്ങാൻ, അല്ലെങ്കിൽ അവർക്കൊരു ഒറ്റത്തവണ സാമ്പത്തിക സഹായം നൽകുന്നു സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. നിരാലംബരായ 55 വയസ്സിന് താഴെയുള്ള വിധവകൾക്കാണ് സഹായം സംബന്ധിച്ച ആനുകൂല്യം ലഭിക്കുക. അപ്പോൾ സഹായ ഹസ്തം ലഭിക്കുന്നത് വിധവകൾക്കാണ്. 55 വയസ്സിന് താഴെയുള്ള വിധവകളായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കളായി പഠിക്കാൻ കഴിയുക. ഓക്കെ, ക്ലിയർ ആണോടാ? ഓർത്തോർത്ത് എനിക്കൊന്ന് റിപ്ലൈ തന്നേ. എടാ, അവിവാഹിതരായ അമ്മമാരുടെ ധനസഹായം സ്നേഹ സ്പർശമാണ്. രാത്രികാലങ്ങളിൽ പോലീസിന്റെ സേവനം ലഭിക്കുന്നത് ഏതാണ്? നിഴൽ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവബോധം നൽകുന്നു ക്യാമ്പസുകളിൽ. കനൽ പദ്ധതിയാണ്. ഇനി വിധവകൾക്ക് ധനസഹായം നൽകുന്നു സ്വയം തൊഴിൽ തുടങ്ങാൻ, സഹായ ഹസ്തമാണ്. ഇനി വിവാഹ ധനസഹായം മംഗല്യ. പരിണയം ഏതാണ്? ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. പ്രത്യാശ നമുക്കറിയാം, സാധാരണ പാവപ്പെട്ട കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുക. അടുത്ത പദ്ധതി പടവുകൾ എന്ന പദ്ധതിയാണ്. പടവുകളൊക്കെ എക്സാമിന് ചോദിച്ച പദ്ധതിയാണ്. പടവുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ പടവുകൾ കയറി മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ. സോ അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങൾ എന്നിവ കാരണം ഭർത്താവിന് നഷ്ടമായ വിധവകളാവാം. സ്ത്രീകൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പടവുകൾ. ഇങ്ങനെ പറയാം, വിധവകളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിധവകളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസമാണ് പടവുകൾ. അടിയന്തരമായിട്ടൊരു എമർജൻസി വന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ടൊക്കെ മരിച്ചു പോകുന്ന ഭർത്താവ്, ഓക്കെ, അങ്ങനെ വിധവയാവുന്നു, മക്കളുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സോ ഓർത്ത് വെക്കുക, വിധവകളായ അമ്മമാരുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം മുകളിലേക്ക് ഉന്നതമായി കയറിപ്പോകുന്നു, പടവുകൾ കയറിപ്പോകുന്നു. പടവുകൾ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അടുത്ത പോയിന്റിലേക്ക് വരാം. അഭയകിരണം പ്രീവിയസ് ചോദ്യമാണ്. അഭയകിരണം നമ്മൾ നേരത്തെ ഒരു ആശ്വാസ നിധി പറഞ്ഞില്ലേടാ. ലൈംഗിക അതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ചൂഷണങ്ങളൊക്കെ സഹിച്ചു വന്നവർക്ക് ധനസഹായം നൽകുന്നത് ആശ്വാസ നിധിയാണ്. ഇത് അഭയകിരണം എന്ന പദ്ധതിയാണ്. നമുക്ക് നോക്കാം. അഭയകിരണം നിരാലംബരായ സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട കുടുംബ അന്തരീക്ഷം ലഭ്യമാക്കാനും ജീവിത സാഹചര്യം ഉയർത്തുന്നതിനുമായി പരിചരിക്കുന്ന അടുത്ത ബന്ധുവിന്, അപ്പൊ ഈ പോയിന്റ് ശ്രദ്ധിച്ചിടാം, നിരാലംബരായ സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട കുടുംബാന്തരീക്ഷം ലഭ്യമാക്കാനും ജീവിത സാഹചര്യം ഒന്ന് ഉയർത്താനുമായിട്ട് പരിചരിക്കുന്ന, വയ്യാതെ കിടക്കുന്ന ഒരാളെ പരിചരിക്കുന്ന ആ ബന്ധുവിനാണ് ഈ സാമ്പത്തിക സഹായം നമ്മൾ കൊടുക്കുക. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. 1000 രൂപയാണ്. അപ്പോൾ അഭയകിരണം പദ്ധതിയുടെ
തുക 1000 രൂപ കൊടുക്കുന്നു. അതായത് നിരാലംബരായ സ്ത്രീകൾ കിടപ്പിലാവാം, അവരെ ശുശ്രൂഷിക്കുന്നതിന്, അവരെ പരിചരിക്കുന്നതിന് മാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി അഭയ കിരണമാണ്. പരിചാരകന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. ഈ പരിചരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ വാർഷിക വരുമാനം, ഒരു കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. പരിചരിക്കുന്ന ബന്ധു ആശ്വാസകിരണം പദ്ധതിയിൽ ഗുണഭോക്താവാകരുത്. അപ്പോൾ മറ്റു പദ്ധതിയായ ആശ്വാസകിരണത്തിന്റെ ഭാഗമാവാൻ പാടില്ല. അഭയകിരണം പദ്ധതിയിലുള്ള ആ ഒരു പരിചാരകനോ പരിചാരകയോ. ഇവിടെ ഗുണഭോക്താവ് ശരിക്കും ആരാണെന്ന് ചോദിച്ചാൽ നിരാലംബയായ വനിതയാണ്. ഓക്കെ, സാമ്പത്തിക സഹായം കിട്ടുന്ന ആളല്ല, മറിച്ച് ആ ഒരു പരിചരണം അനുഭവിക്കാൻ കഴിയുന്ന നിരാലംബയായ വനിതയാണ് ഇവിടെ നമ്മുടെ ഗുണഭോക്താവായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ മനസ്സിൽ ഉറപ്പിക്കുക, അഭയ കിരണം, അഭയ കിരണം എന്ന പദ്ധതിയാണ് പറഞ്ഞത്. 1000 രൂപ ധനസഹായമാണ് നിരാലംബരായ സ്ത്രീകളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ബന്ധുവിന് ലഭിക്കുന്നത്. 1000 രൂപയാണ്. മാസവാർഷിക വരുമാനം 1000 രൂപ 1 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. ഇനി മറ്റു പദ്ധതികളുടെ ഭാഗം, ആശ്വാസകിരണം പോലുള്ള പദ്ധതികളുടെ ഭാഗമാവാൻ പാടില്ല. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. സീതാലയം എക്സാമിന് ചോദിച്ചു. സീതാലയമാണ്. സീത എന്ന് പറയുമ്പോൾ തന്നെ വനിതകളുടെ ഒരു പദ്ധതിയാണെന്ന് പഠിക്കാം. സീത എവിടെയാണെന്ന് ചോദിച്ചാൽ ഹോമിൽ, വീട്ടിൽ ആരുണ്ട്? സീത വീട്ടിലാണുള്ളത്. ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ, ഹോമിയോ വകുപ്പ് നടപ്പിലാക്കുന്ന സ്ത്രീകളുടെ മാനസിക സാമൂഹിക ആരോഗ്യത്തെ ശാക്തീകരിക്കുന്നതിനുള്ള, മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? നമ്മുടെ സീതാലയം ഹോമിയോ വകുപ്പിന്റെ പദ്ധതിയാണ്. പ്രീവിയസ് ചോദ്യമാണ്, കണക്ട് ചെയ്ത് പഠിക്കുക. സ്ത്രീകളുടെ സാമൂഹിക മാനസിക ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതി സീതാലയം, സീതാലയം എന്ന് ഓർക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ചോദ്യം കൂടിയാണ്. പിങ്ക് ബീറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പിങ്ക് ബീറ്റ്, പിങ്ക് പോലീസിനെ കണ്ടിട്ടുണ്ടോടാ? നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ റോഡിലൊക്കെ ഉണ്ടാവുന്ന പിങ്ക് പോലീസ്, അതാണ് പിങ്ക് ബീറ്റ് പദ്ധതി. എന്താ പറയുന്നത്? പൊതു ഇടങ്ങളിൽ, പബ്ലിക് പ്ലേസുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണ് പിങ്ക് ബീറ്റ്. പിങ്ക് ബീറ്റ് ആണ്. പ്രത്യേക പരിശീലനം നേടിയ വനിതാ പോലീസുകാരല്ലേ ആ വാഹനത്തിൽ ഉണ്ടാവുക? ആ വാഹനം ഓടിക്കുന്നതും ഫുള്ള് വനിതാ പോലീസുകാരാണ് ഉണ്ടാവുക. പ്രത്യേക പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കേറിയ സമയങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾ, സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ സഞ്ചരിച്ച് പ്രശ്നങ്ങളുണ്ടായാൽ നടപടിയെടുക്കുന്ന പദ്ധതിയാണ്. മിക്കവാറും തിരക്കുള്ള ഇടങ്ങളിൽ, ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ, സ്കൂളുകൾ, കോളേജ് എന്നിവിടങ്ങളിലൊക്കെ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഇവരുണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അവരെ അഡ്രസ്സ് ചെയ്യാനോ അത് സോൾവ് ചെയ്യാനോ ആയിട്ട് വിജിലന്റ് ആയിട്ട് അവരുണ്ടാവും. പിങ്ക് ബീറ്റ്, പിങ്ക് ബീറ്റ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഇനി മാതൃയാനം, ആ പേരിൽ തന്നെ മാതൃ എന്ന് പറയുമ്പോൾ മാതാവ് അല്ലെങ്കിൽ അമ്മ, യാനം യാത്ര എന്നെടുക്കുക. പ്രസവത്തിനു ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് ഏത്? ഓക്കെ, മാതൃയാനം. ആ പേരിൽ നിന്ന് തന്നെ എടുത്തോണേടാ. അതായത് നമ്മുടെ പ്രസവ ശേഷം എന്ത് ചെയ്യുകയാണ്? പ്രസവാനന്തരം ആ കുട്ടിയെയും കൊണ്ട് അമ്മ തിരിച്ച് വീട്ടിലേക്ക് ആക്കി കൊടുക്കുന്ന ഒരു പദ്ധതി. ആ ഒരു ചെലവ് ഗവൺമെന്റ് പദ്ധതിയിലൂടെ കൊണ്ടുപോകുന്നത് മാതൃയാനം, മാതൃയാനമാണ്. സീതാലയം ഓർമ്മയുണ്ടോ? സീതാലയം ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയാ. മാനസിക സാമൂഹിക ആരോഗ്യം വനിതകളുടെ പദ്ധതിയാണ് ഹോമിയോപതി വകുപ്പ്. സീതാലയമാണ്. കനൽ ഓർമ്മയുണ്ടോ? കനല് സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസുകളിൽ യുവതി യുവാക്കൾക്ക് അവബോധം നൽകുന്ന പദ്ധതി. നിഴൽ ഓർമ്മയുണ്ടോ? നിഴല് രാത്രികാലങ്ങളിലാണ്, പൊതുവിടങ്ങളിലാണ്, സ്ത്രീകളാവാം, മുതിർന്ന പൗരന്മാരാവാം. പോലീസ് സുരക്ഷ 112 നമ്പറിൽ വിളിച്ചാൽ മതി. അഭയകിരണം 1000 രൂപ, പരിചരിക്കുന്നവർക്ക് 1000 രൂപ ധനസഹായം, നിരാലംബരായ വനിതകളാണ്. ഓക്കെ, പടവുകൾ ഓർമ്മയുണ്ടോ? പടവുകൾ, ഇതാണ് ഉന്നത വിദ്യാഭ്യാസമാണ്, വിധവകളുടെ മക്കളാണ്. സഹായഹസ്തം സ്വയം തൊഴിൽ കണ്ടെത്താൻ വിധവകൾക്കുള്ള ധനസഹായമാണ്. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ശ്രദ്ധിച്ചേ, അടുത്ത പദ്ധതി സ്ത്രീ ശക്തി എന്ന പദ്ധതി കേട്ടിട്ടുണ്ടോ? സ്ത്രീ ശക്തി എന്ന പദ്ധതി. സ്ത്രീകളുടെ സ്ത്രീ ശക്തി എന്നൊരു ലോട്ടറി ഉണ്ട്. സ്ത്രീ ശക്തി ഭാഗ്യക്കുറി എന്നുള്ളൊരു ലോട്ടറി ഉണ്ട്. അത് തന്നെ, ആ പദ്ധതി തന്നെയാണ് പറയുന്നത്. സ്ത്രീകളുടെ തൊഴിലും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സ്ത്രീ ശക്തി എന്ന പ്രതിവാര ലോട്ടറി,
ആഴ്ചയിൽ ഒരിക്കൽ സ്ത്രീ ശക്തി എന്ന ലോട്ടറിയാണ് നമ്മുടെ സർക്കാർ വിടുക. പണം സമാഹരിക്കുന്നു. മുഴുവൻ തുകയും സ്ത്രീക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു. അപ്പൊ സ്ത്രീ ശക്തി ഭാഗ്യക്കുറി, അതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് മുഴുവൻ ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്. ഓക്കെ, അടുത്ത പോയിന്റാണ് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ എന്ന പദ്ധതി നമുക്ക് നോക്കാം. എടാ, ജനനി ജന്മരക്ഷ എന്ന പദ്ധതി പേര് പോലെ തന്നെ ജനിക്കുന്നു, അവരുടെ ജന്മം രക്ഷിക്കുക. ജനനി ജന്മരക്ഷ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതി. നമ്മൾ മിക്കവാറും കേൾക്കുന്ന ഒരു ഇഷ്യൂ ആണ്, പോഷകാഹാരക്കുറവ് മൂലം ജനിച്ച ഉടനെ കുഞ്ഞും അമ്മയും ഒക്കെ മരണപ്പെടുന്ന സാഹചര്യങ്ങൾ. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ അത് കൂടുതലാണ്. അവരെ വേണ്ട രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്, ആ ജീവൻ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ജനനി ജന്മരക്ഷ എന്ന പദ്ധതി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അമ്മയ്ക്കും കുഞ്ഞിനും പോഷകാഹാരം നൽകുന്ന പദ്ധതി ജനനി ജന്മരക്ഷ. മാതൃയാന ഓർമ്മയുണ്ടോ? പ്രസവാനന്തരം അമ്മയും കുട്ടിയെയും എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി മാതൃയാനമാണ്. ജനനി ജന്മരക്ഷ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അമ്മമാർക്ക് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും എന്ത് കൊടുക്കുവാടാ? പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ്. ഓക്കെ, ശ്രദ്ധിച്ചേടാ, റിവൈസ് ചെയ്തേ, കൃത്യമാണോ നോക്കിയേ. ഓക്കെ, മറന്നു പോയില്ല, കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പോവുക. ഓക്കെ, സ്നേഹസ്പർശമായിരുന്നു ആദ്യം പറഞ്ഞത്. അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായ പദ്ധതിയാണ്. പ്രത്യാശ പാവപ്പെട്ട കുട്ടികളുടെ വിവാഹ ധനസഹായമാണ്. അവിടെ ഓർത്തു വെക്കേണ്ടത് 60,000 രൂപയിൽ കവിയാൻ പാടില്ല, 22 വയസ്സിന് മുകളിലായിരിക്കണം. മംഗല്യ വിധവ പുനർവിവാഹം അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് 25,000 രൂപ, 18-നും 50-നും ഇടയിൽ പ്രായം. 2008 ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറഞ്ഞു. ഇനി പരിണയമാണ്, ഭിന്നശേഷിക്കാരുടെ വിവാഹ ധനസഹായ പദ്ധതി. നിഴൽ രാത്രികാലങ്ങളിലുള്ള സുരക്ഷ നൽകുന്ന പദ്ധതിയാണ്, 112 നമ്പർ. ആശ്വാസ നിധി ലൈംഗിക അതിക്രമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ എന്നിവ അതിജീവിച്ചവർക്കുള്ള പദ്ധതി. കനലാണ് നമ്മൾ സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെടുത്തിയുള്ള യുവാക്കൾക്കുള്ള അവബോധ പദ്ധതിയായിട്ട് പഠിച്ചത്. സഹായ ഹസ്തം എന്ന പദ്ധതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സഹായഹസ്തം വിധവകളുടെ ആ ഒരു സഹായവുമായി ബന്ധപ്പെട്ട് വിധവകളുടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് സഹായഹസ്തം. പടവുകൾ വിധവകളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് പടവുകൾ പഠിച്ചത്. അഭയകിരണമാണ് നിരാലംബരായ സ്ത്രീകൾക്ക് 1000, അവരെ പരിചരിക്കുന്നവർക്ക് 1000 രൂപ നൽകുന്ന പദ്ധതി. സീതാലയം ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹോമിയോ വകുപ്പിന്റെ പദ്ധതിയാണ്. ഹോം സ്ത്രീകളുണ്ടെന്ന് ഓർക്കുക. മാനസിക സാമൂഹിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതി. പിങ്ക് ബീറ്റ് പോലീസ്, ഒരു പ്രത്യേക പോലീസ് സംവിധാനം സ്ത്രീകളുടെ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായി പോലീസിന്റെ തന്നെ സഹായത്തോടെ പ്രത്യേക പരിശീലനം നേടിയ ആളുകൾ അത് വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടത് മോണിറ്റർ ചെയ്യുന്നു. മാതൃയാനമാണ്, പ്രസവാനന്തരം അമ്മയും കുഞ്ഞിനെയും വീട്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതി. സ്ത്രീ ശക്തി എന്നൊരു ലോട്ടറി കേരള സർക്കാർ ലോട്ടറി വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ലോട്ടറി, അതിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ ഫണ്ടും സ്ത്രീ സുരക്ഷ അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ജനനി ജന്മരക്ഷയാണ്, പോഷകാഹാര കുറവ് പരിഹരിക്കാൻ അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അമ്മയ്ക്കും കുഞ്ഞിനും പോഷകാഹാരം നൽകുന്ന പദ്ധതി. വാത്സല്യ നിധി ചോദിച്ചു, LDCക്ക് ചോദിച്ച ചോദ്യമാണ് വാത്സല്യ നിധി. ഓക്കെ, വാത്സല്യം എന്ന് പറയുമ്പോൾ മക്കളെ ഓർക്കുക, പട്ടികജാതിയിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി വാത്സല്യ നിധി എന്ന ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു. ആലോചിച്ച് നോക്കിയടാ, പട്ടികജാതി വിഭാഗത്തിലെ പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി വാത്സല്യ നിധി എന്ന ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു. വാത്സല്യ നിധിയാണ്. പട്ടികജാതി വികസന വകുപ്പും LIC ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇൻഷുറൻസ് അല്ലേടാ. അപ്പൊ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? വാത്സല്യ നിധിയാണ്.
LIC-യും പട്ടികജാതി വകുപ്പുമാണ് ഇത് കമ്പൈൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്. 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത പദ്ധതിയാണ്. പ്രീവിയസ് ചോദ്യവുമാണ്, തെറ്റിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും, കൃത്യമായിട്ടത് മോണിറ്റർ ചെയ്യുക, ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. സ്ത്രീകളുടെ പദ്ധതികൾ പ്ലസ് കുട്ടികൾ അതുപോലെ മുതിർന്ന പൗരന്മാർ വരുന്നുണ്ട്. അത് നമുക്ക് വീണ്ടും കാണാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.